നമസ്കാരം, എല്ലാവർക്കും e-Pallikoodamത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനൊരു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ എൻ്റെ അധ്യാപകരോട് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതും എൻ്റെ വിദ്യാർത്ഥികൾ ഇന്ന് എന്നോട് ചോദിക്കുന്നതുമായ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അന്വേഷിക്കുന്നത്. ചോദ്യം മറ്റൊന്നുമല്ല, എങ്ങനെ ഫിസിക്സ് ഈസിയായി പഠിക്കാം എന്നുള്ളതാണ്. നമ്മളൊരു 9th സ്റ്റാൻഡേർഡ് മുകളിലുള്ള കുട്ടികളോട് പൊതുവെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു കാര്യമാണ്, ഫിസിക്സ് ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. എന്താണ് ഈ ഫിസിക്സിനെ ഒരു ഹാർഡ് സബ്ജക്റ്റ് ആക്കുന്നത്? ആക്ച്വലി ആ സബ്ജക്റ്റ് ഹാർഡ് ആയതുകൊണ്ടാണോ, അതോ നമ്മൾ ആ സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി കൊണ്ടാണോ നമ്മൾ ഈ സബ്ജക്റ്റ് ഹാർഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്? ആദ്യം നമുക്ക് എന്തുകൊണ്ടാണ് ഈ സബ്ജക്റ്റ് ഹാർഡ് ആവുന്നത്, കുട്ടികൾക്ക് അങ്ങനെ ഫീൽ ചെയ്യാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പം നിങ്ങൾ പൊതുവേ മറ്റ് സബ്ജക്റ്റുകൾ, ഇപ്പോൾ 11th 12th ക്ലാസ്സുകാരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നിങ്ങളൊരു ആർട്സ് സബ്ജക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ്, ബയോളജി ഇത്തരം സബ്ജക്റ്റുകൾ പഠിക്കാൻ വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്തേക്കാൾ കൂടുതൽ ഫിസിക്സിന് വേണ്ടി നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ബയോളജിയുടെ കേസിൽ നിങ്ങളൊരു ലെസൺ പ്രിപ്പയർ ചെയ്യാൻ 2 മണിക്കൂറാണ് എടുക്കുന്നതെങ്കിൽ അതേപോലെ തന്നെയുള്ള ഒരു ലെസൺ ഫിസിക്സിൽ പ്രിപ്പയർ ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് 5-6 മണിക്കൂറുകൾ വേണ്ടി വരും, ആ ഒരു സെയിം എമൗണ്ട് ഓഫ് റിസൾട്ട് നമുക്ക് കിട്ടാനായിട്ട്. ഈ ഒരു സമയത്തിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ ഈ ഒരു ഡിമാൻഡ് കൊണ്ടാണ് പലപ്പോഴും കുട്ടികൾക്ക് അത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ വയ്യ. അപ്പോൾ അവർ വിചാരിക്കുമോ, ഇതിൽ ഞാൻ ഇത്രയും സമയം സ്പെൻഡ് ചെയ്തു, എനിക്ക് 90 കിട്ടി, ഫിസിക്സിൽ ഞാൻ അത്രയും സമയം സ്പെൻഡ് ചെയ്തിട്ട് എനിക്ക് 70 മാത്രമേ കിട്ടുന്നുള്ളൂ. ഈ ഒരു കമ്പാരിസനാണ് പലപ്പോഴും കുട്ടികളെ ഈ സബ്ജക്റ്റ് ഹാർഡ് ആക്കുന്നത്. വേറെ പൊതുവെ ആൾക്കാർക്കിടയിലുള്ള ഒരു മിസ്കൺസെപ്ഷനാണ് ഫിസിക്സ് പഠിക്കാൻ നല്ല ഐക്യുവിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളത്. പക്ഷേ ഈ ഒരു വാദത്തോട് ഞാൻ ഒട്ടും തന്നെ യോജിക്കുന്നില്ല. പൊതുവേ കുട്ടികൾ എന്നോട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് ഫിസിക്സ് പഠിക്കാൻ പറ്റുമെങ്കിൽ ലോകത്ത് എല്ലാവർക്കും ഫിസിക്സ് പഠിക്കാൻ പറ്റും എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇപ്പോൾ ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം ഹാർഡ് വർക്കാണ് കൂടുതൽ ഐക്യുവിനെ കാട്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഞാൻ പറയുന്നത് പഠിക്കുന്ന കാര്യത്തിൽ മാത്രമാണ്. അതേസമയം നിങ്ങൾ ആ കോൺസെപ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾ പുതിയതായി എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഐക്യു ആവശ്യമാണ്. പക്ഷേ നമ്മുടെ ഒരു കണ്ടന്റ്, അതായത് 9th തൊട്ട് 12th വരെയുള്ള കണ്ടന്റ് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് വലിയൊരു ഐക്യുവിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ ഒരു സ്റ്റഡി ഹാബിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ സബ്ജക്റ്റിനോടുള്ള അപ്രോച്ച് കൊണ്ടോ നമുക്ക് ഈ ഒരു ഡിഫിക്കൽറ്റി മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള അപ്രോച്ചുകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള വ്യത്യാസങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ഫിസിക്സ് പഠനം കുറച്ചുകൂടെ ഈസിയാക്കി മാറ്റാൻ കഴിയുമെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് സ്റ്റഡി റെഗുലർലി എന്നുള്ളതാണ്. അത് ഫിസിക്സിനെ സംബന്ധിച്ചുള്ള എല്ലാ സബ്ജക്റ്റുകളെ സംബന്ധിച്ചും വളരെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു ഹാബിറ്റാണത്. പ്രത്യേകിച്ച് ഗ്രേഡ് 11ലെയും 12ലെയും ഒക്കെ കണ്ടന്റ് എന്ന് പറയുന്നത് ഒരു വെബ് സീരീസ് പോലെയാണ്, അല്ല നമ്മുടെ നാട്ടിലെ സീരിയൽ പോലെയല്ല. സീരിയലിൻ്റെ കേസിൽ നിങ്ങൾ 100 എപ്പിസോഡ് കണ്ടില്ല എങ്കിലും 101ാമത്തെ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും. കുട്ടികൾ ഇത് റെഗുലറായി പഠിക്കാതെ വരുമ്പോൾ ഈ കണ്ടിന്യൂസ് പോർഷൻസ് അവർക്ക് ഫോളോ ചെയ്യാനുള്ള ഒരു ഡിഫിക്കൽറ്റി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ എന്തായാലും മറ്റ് സബ്ജക്റ്റുകളുടെ കേസിൽ എനിക്കറിയില്ല, ഫിസിക്സ് നിങ്ങൾക്ക് ആ സബ്ജക്റ്റ് നിങ്ങൾക്ക് എളുപ്പമാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളിതിനെ സിസ്റ്റമാറ്റിക്കായിട്ട് എല്ലാ ദിവസവും പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ടിപ്പ്. രണ്ടാമത്തേത്, ബി ആക്റ്റീവ് ഇൻ യുവർ ക്ലാസ് റൂം. പൊതുവെ ഫിസിക്സ് ടീച്ചർമാരുടെ പറ്റിയിട്ടുള്ളൊരു കംപ്ലയിൻ്റ് ആണ്, ക്ലാസ് ഭയങ്കര ബോറിംഗ് ആണ്. നിങ്ങൾക്ക് സ്കൂളിലൊക്കെ ഇരിക്കുമ്പോൾ തോന്നാറുണ്ടായിരിക്കും ചിലപ്പോൾ ഫിസിക്സ് ക്ലാസ് ഭയങ്കര ബോറിംഗ് ആണെന്ന്. പക്ഷേ അത് പലപ്പോഴും ആ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരാനുള്ള കാരണം തലേ ദിവസത്തെ കണ്ടൻറ്റ് നമുക്കറിയില്ല. നമ്മളത് നോക്കി, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ക്ലാസ് അപ്പിയർ ചെയ്യുന്നതിന് അതിന് മുൻപ് എന്താണ് പഠിച്ചത് അതൊന്ന് നോക്കിക്കൊണ്ട് വരിക. ഞാൻ ഒരുപാട് നാഷണാലിറ്റിയിലുള്ള കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഏറ്റവും വൈമുഖ്യം കാണിക്കുന്ന ആൾക്കാരാണ് ഇന്ത്യൻസ്. പൊതുവേ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, അതോറിറ്റിയിൽ ഇരിക്കുന്ന ഒരാളോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ആ ഹാബിറ്റ് നിങ്ങളുടെ ക്ലാസ് റൂമിൽ പിന്തുടരേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങളുടെ കോൺസെപ്റ്റുകൾ ക്ലിയർ ആക്കാൻ നിങ്ങൾ ടീച്ചറോട് ചോദ്യം ചോദിക്കുക. നിങ്ങൾ ചോദ്യം ചോദിക്കാതെ നിങ്ങൾ മനസ്സിലാക്കാതെ ഇരിക്കുമ്പോഴാണ് പലപ്പോഴും ഈ സബ്ജക്റ്റ് നമുക്ക് ഫോളോ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ഫ്ലിപ്ഡ് ക്ലാസ് റൂം എന്നുള്ള കോൺസെപ്റ്റുകളുണ്ട്. അതായത് നിങ്ങൾ തലേ ദിവസത്തെ കണ്ടന്റ് നോക്കുന്നതിനോടൊപ്പം നിങ്ങൾക്കറിയാം അടുത്ത ദിവസം ടീച്ചർ എന്താണ് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ അതിൽ ഒന്ന് നോക്കിയിട്ട് വന്ന് ക്ലാസ്സിലിരുന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ആക്റ്റീവായിട്ട് ക്ലാസ് റൂമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് രണ്ടാമത്തെ ടിപ്പ്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റീഡ് ടെക്സ്റ്റ് ബുക്ക്. സാധാരണ ഇപ്പോൾ കുട്ടികൾക്കില്ലാത്ത ഒരു ഹാബിറ്റാണ് ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്യുക എന്നുള്ളത്, എക്സ്പെഷ്യലി സയൻസ്. മോസ്റ്റ് ഓഫ്
കുട്ടികളും ഗൈഡുകളാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് 10th സ്റ്റാൻഡേർഡ് വരെയെങ്കിലും സയൻസ് ഉൾപ്പെടെയുള്ള എല്ലാ സബ്ജക്റ്റുകളുടെയും ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് റീഡ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. 11th 12th ഉള്ള കുട്ടികളെ സംബന്ധിച്ചോളം ടെക്സ്റ്റ് ബുക്ക് അത്ര ഒരു സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ നമ്മളൊരു കണ്ടന്റ് നമുക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു പോയി ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്കത് ഫോളോ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്യുന്നത് നിങ്ങളൊരു ഹാബിറ്റ് ആക്കുക. അടുത്തത് സോൾവിങ് പ്രോബ്ലംസ് ആണ്. ഇപ്പം നമ്മുടെ ഫിസിക്സിന് നമുക്ക് ഒരു സെറ്റ് ഓഫ് സ്കിൽസ് നമുക്ക് ആവശ്യമാണ്. നമുക്ക് ഫിസിക്സ് എന്നുള്ള സബ്ജക്റ്റിനെ നമുക്ക് ടാക്കിൾ ചെയ്യണമെങ്കിൽ നമുക്കൊരു സെറ്റ് ഓഫ് സ്കിൽസ് ആവശ്യമാണ്. പലപ്പോഴും ഈ സ്കില്ലുകൾ എന്ന് പറയുന്നത് നമുക്ക് സ്വിം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കരയിലിരുന്നുകൊണ്ട് കണ്ടതുകൊണ്ട് സ്വിം ചെയ്യാൻ പറ്റില്ല. നമ്മൾ അവിടെ ചെന്ന് സ്വിം ചെയ്തെങ്കിലേ പറ്റുള്ളൂ. അതേപോലെ നമുക്ക് പ്രോബ്ലം സോൾവിങ് സ്കില്ല് വേണം, നമുക്ക് അനലിറ്റിക്കൽ സ്കില്ല് വേണം, നമുക്ക് മാത്തമാറ്റിക്കൽ സ്കില്ല് വേണം. ഈ സ്കില്ലുകൾ ഒരാളെ പഠിപ്പിച്ച് കാണിച്ചു കൊടുക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. ആ സ്കില്ല് നമുക്ക് അക്വയർ ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെത്താനെ അവിടെ ഇറങ്ങി നമ്മൾ ആ പ്രോബ്ലം നമ്മൾ തന്നെ സോൾവ് ചെയ്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. കൂടുതലും കാണുന്നത് ഇപ്പോൾ ഒരു സോൾവ്ഡ് ക്വസ്റ്റ്യൻ ആണ് കുട്ടികൾക്ക് കൊടുക്കുന്നതെങ്കിൽ കുട്ടികൾ അതിൻ്റെ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പലപ്പോഴും അത് ചെയ്യാറുണ്ട്. താഴെയുള്ള നോക്കൂ, ഇതെനിക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരിക്കലും ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളത് ചെയ്ത് നോക്കാൻ പലപ്പോഴും കുട്ടികൾ മെനക്കെടാറില്ല. അങ്ങനെയല്ല, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വായിച്ചു, ഓക്കെ, നിങ്ങൾക്ക് ഒരു തവണ വേണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ എങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നതെന്ന് നോക്കുക. അതിനുശേഷം നിങ്ങൾ തീർച്ചയായും ന്യൂമറിക്കൽ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ചിലപ്പോൾ 1 or 2 തവണ ചെയ്തുകൊണ്ട് പറ്റത്തില്ല. ഇതൊരു സ്കില്ലായതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രമാത്രം പ്രാക്ടീസ് ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. അല്ലാതെ ഒരു കോൺസെപ്റ്റ് പഠിക്കുന്നത് പോലെ നമുക്കൊരിക്കലും ഫിസിക്സ് എന്നുള്ള ഒരു സബ്ജക്റ്റിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പം മാക്സിമം നമ്പർ ഓഫ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾ തന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ സ്വിമ്മിംഗ് ഒക്കെ പഠിക്കുന്നത് പോലെ തന്നെ അതിനുള്ള ഒരു സ്കില്ല് നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ ഡെവലപ്പ് ചെയ്യും. അതാണ് അടുത്ത ഒരു പോയിന്റ് എന്ന് പറയാനുള്ളത്. ലാസ്റ്റ് പോയിന്റ്, യൂസ് യുവർ റിസോഴ്സസ് കെയർഫുള്ളി. ഇപ്പോൾ സാധാരണ ഇന്ന് കുട്ടികൾ പറയുന്നൊരു കംപ്ലൈൻ്റാണ്, ടീച്ചർ പഠിപ്പിച്ച് എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ട് എനിക്കത് പറ്റില്ല. അത്തരത്തിലുള്ള എക്സ്ക്യൂസുകൾ ആക്ച്വലി ഇന്നത്തെ കാലത്ത് ഒരു അർത്ഥമില്ലാത്തതാണ്. കാരണം നിങ്ങൾക്ക് ഇഷ്ടം പോലെ റിസോഴ്സുകൾ ഇൻ്റർനെറ്റിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ അത് കണ്ടുപിടിച്ച് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതെനിക്ക് മനസ്സിലാകുന്നില്ല, ഇതെനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, ഇത്തരം എക്സ്ക്യൂസുകൾക്ക് ഇനിയും തൊട്ട് യാതൊരു സ്ഥാനവുമില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ഒരു വേവ് ലെങ്തുമായിട്ട് മാച്ച് ചെയ്തു പോകുന്ന തരത്തിലുള്ള ക്ലാസ്സുകൾ കണ്ടെത്തി അത് ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അത്തരത്തിലുള്ള റിസോഴ്സുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരു എളുപ്പ മെത്തേഡ് തരുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ഡയറക്റ്റ് തരുന്ന ആൾക്കാരുടെ വീഡിയോകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള റിസോഴ്സുകൾക്ക് വേണ്ടി പോകാതെ, അല്ലാതെ ഞാനൊരു ഇത്ര % മാർക്ക് ഷുവറായിട്ട് കിട്ടും അങ്ങനെയുള്ള രീതികളിലേക്ക് പോകാതെ പല വീഡിയോകളും കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാകണം, അല്ലെങ്കിൽ അവർക്ക് ആ സബ്ജക്റ്റിനോടുള്ള ഒരു താല്പര്യം വർദ്ധിപ്പിക്കത്തക്ക രീതിയിൽ ക്ലാസ്സുകൾ എടുക്കുന്ന അധ്യാപകരുടെ ക്ലാസ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക, പ്രോബ്ലം സോൾവ് ചെയ്ത് പഠിക്കുക, പിന്നെ എന്നെക്കൊണ്ട് പറ്റും എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത്തരം കുറച്ച് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്സ് കുറച്ചുകൂടി ഈസി ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. ഈസി എന്നുള്ള വാക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കാം എന്നുള്ളതാണ്. ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ ഒത്തിരി നാൾ ഫിസിക്സ് പഠിപ്പിച്ചു. ഞങ്ങളൊക്കെ ഫിസിക്സുമായിട്ട് ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഉള്ള ആൾക്കാരാണ്. ഇപ്പോൾ തട്ടത്തി മറയത്തിൽ സിനിമയിലൊക്കെ പറയുന്ന പോലെ ഈ ഒരു സബ്ജക്റ്റുമായിട്ട് നമ്മൾ ഒരിക്കലും ഒരു റിലേഷനിലായി കഴിഞ്ഞാൽ പിന്നെ ചുറ്റുമുള്ള ഒരു സബ്ജക്റ്റ് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാറില്ല. അപ്പോൾ അതേപോലെ നിങ്ങൾക്കും ഈ സബ്ജക്റ്റ് ഇൻട്രസ്റ്റിംഗ് ആവട്ടെ. എന്നത്തേക്കാളും കൂടുതൽ ലോജിക്കലായി ചിന്തിക്കുന്ന ആൾക്കാരെ നമുക്ക് ആവശ്യമുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് ബൈജൂസ് ആപ്പിലൊക്കെ പറയുന്ന പോലെ ലെറ്റ്സ് fall in love with physics.